ഓക്കെ, നമുക്കിന്ന് പഠിക്കാനുള്ളത് ബാക്ക് ട്രാക്കിംഗ് എന്ന ഡിസൈൻ ടെക്നിക്കാണ്. ബാക്ക് ട്രാക്കിംഗ് എന്താണ്? ബാക്ക് ട്രാക്കിംഗ് നമുക്ക് നോക്കാം. ഒരു ഡിസൈൻ ടെക്നിക്കിൽ ഏറ്റവും മനോഹരമായി അൽഗോരിതങ്ങളെ അല്ലെങ്കിൽ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യുന്ന ഒരു ഡിസൈൻ ടെക്നിക്കാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ബാക്ക് ട്രാക്കിംഗ് ഡിസൈൻ ടെക്നിക്ക് ഫോളോ ചെയ്യുന്ന സെർച്ച് പ്രൊസീജിയർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും DFS അല്ലെങ്കിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയും. അപ്പോൾ DFS എന്ന സെർച്ച് ടെക്നിക്കാണ് ബാക്ക് ട്രാക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ബാക്ക് ട്രാക്കിംഗ്? ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോബ്ലം, ഈ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നോക്കും. ഞാൻ ഏതെങ്കിലും ഒരു പാത്തിലൂടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും. പക്ഷേ പ്രൊസീഡ് ചെയ്തൊരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ എത്തുമ്പോൾ നമുക്ക് തോന്നാം ഈ വഴി മുൻപോട്ട് പോയാൽ എനിക്ക് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ തുടർന്ന് മുൻപോട്ട് പോയാൽ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കിട്ടില്ല എന്ന് തോന്നിയാൽ നമുക്ക് തിരിച്ച് ആ നോഡിലേക്ക് തന്നെ വരാം. അതായത് തുടങ്ങിയത് എവിടോ അവിടേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. എന്നിട്ട് മറ്റൊരു പോസിബിലിറ്റി ട്രൈ ചെയ്യാവുന്നതാണ്. പറഞ്ഞു വരുന്നത് ഇതൊരു സോഴ്സും ഇതൊരു ഡെസ്റ്റിനേഷനുമാണ്. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. സോഴ്സിൽ നിന്ന് ഒരുപാട് വഴികളുണ്ട്. അതിലെ ഏതോ ഒരു വഴി മാത്രമാണ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഞാൻ തുടങ്ങിയത് ഈ വഴിയിൽ നിന്നാണെന്ന് കരുതുക, ഈ ഒരു പാത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് കരുതുക. കുറേ ദൂരം ചെല്ലുമ്പോൾ എനിക്ക് തോന്നും ഈ പാത്തിലൂടെ മുൻപോട്ട് പോയാൽ എനിക്ക് സൊല്യൂഷൻ കിട്ടില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് ആ പാത്തിൽ നിന്ന് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരാം. അല്ലെങ്കിൽ എവിടെ നിന്നാണോ എനിക്ക് തെറ്റിയത് എന്ന് തോന്നുന്നത് ആ പോയിന്റിലേക്ക് വരാം. വന്നിട്ട് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതുവഴിയും മുമ്പോട്ട് പോകുമ്പോൾ സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ അവിടെ നിന്നും നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്ന് ഏത് പോയിന്റിൽ നിന്ന് തെറ്റി എന്ന് തോന്നുന്നു അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പുതിയൊരു പാത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു റിട്ടേൺ, ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്ത ശേഷം ഇനി മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ തിരിച്ച് പഴയ സ്റ്റെപ്പിലേക്ക്, പ്രീവിയസ് സ്റ്റേജിലേക്ക് പോകുന്ന ആ ഒരു റിട്ടേൺ മൂവ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക് ട്രാക്കിംഗ്. മനസ്സിലായോ? അപ്പോൾ DFS എന്ന സെർച്ച് ടെക്നിക്ക് എങ്ങനെയാണ് ബാക്ക് ട്രാക്കിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ട്രീ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ സ്പേസ് ആണെന്ന് കരുതുക. അതായത് ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദ പ്രോബ്ലം. ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ദ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായ പാത്തുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് പാത്തുകൾ അവൈലബിൾ ആണ്. ഓരോ പാത്തിനെയും നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു പാത്തായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനീഷ്യലി അറിയില്ല. തുടക്കത്തിലെ ഈ സ്റ്റാർട്ട് സ്റ്റേജിൽ നിന്ന് ഇത്രയും പാത്തുകൾ അവൈലബിൾ ആണെങ്കിൽ ഇതിലെ ഏത് പാത്തിലൂടെ മുൻപോട്ട് പോയാൽ എനിക്കൊരു സൊല്യൂഷൻ കിട്ടും എന്നെനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഏതോ ഒരു പാത്തിലൂടെ പോകുമ്പോൾ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ റാൻഡമായിട്ടൊരു പാത്ത് തിരഞ്ഞെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു അറ്റത്ത് നിന്ന്, ഒരു കോണിൽ നിന്ന് നമ്മൾ ഓരോ പാത്തുകൾ വീതം സെർച്ച് ചെയ്ത് വരേണ്ടി വരും. എന്നിട്ട് ഏത് ഘട്ടത്തിലാണോ സൊല്യൂഷൻ കിട്ടുന്നത് ആ ഘട്ടത്തിന് നമുക്ക് ഫൈനൽ സൊല്യൂഷനായിട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നിലധികം പാത്തുകളുള്ളപ്പോൾ ഇതിലേതാണ് യഥാർത്ഥ സൊല്യൂഷൻ പാത്തെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന സെർച്ച് പ്രൊസീജിയറാണ് DFS. രണ്ട് തരത്തിലെ സെർച്ച് പ്രൊസീജിയറുകളുണ്ട്, BFSഉം DFSഉം. ഒന്ന് ഡെപ്ത് ഫസ്റ്റ് സെർച്ചും മറ്റൊന്ന് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചുമാണ്. ഇതിൽ ബാക്ക് ട്രാക്കിംഗ് എന്ന ഡിസൈൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് DFS എന്ന ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ടെക്നിക്കാണ്.
അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ബാക്ക് ട്രാക്കിംഗ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുവാനായി ഉപയോഗിക്കുന്ന സെർച്ച് ടെക്നിക്കിൻ്റെ പേര് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്നാണ്. ഇതിലൂടെ യഥാർത്ഥ സൊല്യൂഷൻസിനെ കണ്ടെത്താൻ പറ്റുന്നു. അപ്പോൾ ഇതൊരു സെർച്ച് മെത്തേഡാണ്. ഇനി എങ്ങനെയാണ് DFS നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. DFS പറയുന്നു, ആദ്യം നിങ്ങൾ റൂട്ട് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. റൂട്ട് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റൂട്ട് നോഡിന് ഒരുപാട് സക്സസറുകളുണ്ടാകും. അപ്പോൾ ഈ ടേംസ് ഓർമ്മയിരിക്കണം. ഞാനിപ്പോൾ ഉപയോഗിച്ച വാക്ക് സക്സസർ എന്നാണ്. സക്സസർ അല്ലെങ്കിൽ ചൈൽഡ് നോഡ് എന്നൊക്കെ പറയുന്നത് സിമിലർ ടേമുകളാണ്. അപ്പോൾ ഒന്നുകിൽ എനിക്ക് ഇത് റൂട്ട് നോഡ് അല്ലെങ്കിൽ ഒരു പേരൻ്റ് നോഡാണെന്ന് വിളിക്കുന്നു. ഈ പേരൻറ്റിൻ്റെ ചൈൽഡാണിത്. ഇതും ചൈൽഡാ, ഇതും ചൈൽഡാ. അപ്പോൾ ഒരു പേരൻറ്റിന് ഒന്നിലധികം ചൈൽഡുകളാവാം. ചൈൽഡ് നോഡുകളെ നമുക്ക് സക്സസർ നോഡ് എന്നും വിളിക്കാം. അതേപോലെ പേരൻ്റ് നോഡുകളെ പ്രിഡിസസർ നോഡ് എന്നും വിളിക്കാം. അപ്പോൾ ഈ ടേംസ് ഓർത്തിരുന്നോണം. ഓക്കെ. അപ്പോൾ ഒരു നോഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ റൂട്ട് നോഡിൽ നിന്ന് നമ്മൾ സെർച്ച് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. റൂട്ടിൽ നിന്ന് സെർച്ച് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ചൈൽഡിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു. ഓരോ തവണയും നമ്മൾ നോക്കും, ഇപ്പോൾ എത്തിപ്പെട്ട നോഡ് ഒരു സൊല്യൂഷൻ നോഡാണോ? സൊല്യൂഷൻ ആണെങ്കിൽ ഓക്കെ, വി ഫൗണ്ട് എ സൊല്യൂഷൻ. സൊല്യൂഷൻ അല്ല എങ്കിൽ വീണ്ടും സെർച്ച് തുടർന്ന് പോകണം. രണ്ട് ഘട്ടത്തിലും സെർച്ച് തുടർന്ന് പോകും. സൊല്യൂഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സെർച്ച് മുൻപോട്ട് തുടർന്ന് പോകും. സൊല്യൂഷൻ കിട്ടിയാൽ എന്തിന് തുടരുന്നു എന്നുള്ളത് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് സൊല്യൂഷൻ അല്ല എങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ റൂട്ട് നോഡിൽ നിന്ന് അതിൻ്റെ ചൈൽഡ് നോഡിലേക്ക് വരിക. ഓരോ നോഡിൽ എത്തിപ്പെടുമ്പോഴും അതൊരു സൊല്യൂഷൻ നോഡാണോ എന്ന് ചെക്ക് ചെയ്യുക. സൊല്യൂഷൻ നോഡ് അല്ല എങ്കിൽ വീണ്ടും സെർച്ച് തുടർന്ന് കൊണ്ടുപോകുക. സപ്പോസ് ഇത് സൊല്യൂഷൻ നോഡല്ല. സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ചൈൽഡ് നോഡിലേക്ക് സെർച്ച് കൊണ്ടുപോവുക. അതും സൊല്യൂഷൻ നോഡല്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും സെർച്ച് മുൻപോട്ട് തുടർന്ന് കൊണ്ടുപോകണം. എങ്ങനെ? ഇതാ നോക്കിക്കേ, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്നു, ഈ നോഡ് സെർച്ച് ചെയ്തു. അത് സൊല്യൂഷൻ നോഡല്ല എങ്കിൽ അതിൻ്റെ ചൈൽഡ് സെർച്ച് ചെയ്തു. അതും സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ചൈൽഡ് സെർച്ച് ചെയ്തു. അതും സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ചൈൽഡും സെർച്ച് ചെയ്തു. ഇതും സൊല്യൂഷൻ അല്ലെങ്കിൽ ഇനിയും പോകാൻ ഒരു ചൈൽഡ് നോഡില്ല അല്ലേ? ഇനിയും നമുക്ക് താഴോട്ട് പോകാൻ ഒരു ചൈൽഡ് നോഡില്ല. അപ്പം മുൻപോട്ട് പോകാൻ സാധിക്കില്ല. മുൻപോട്ട് പോകാൻ സാധിക്കില്ല എങ്കിൽ തിരിച്ചു പോകണം. അപ്പോൾ എങ്ങനെ ചെയ്യും? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നോക്കിക്കേ, ഇനിയും മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നാൽ നമ്മൾ നേരെ റിട്ടേൺ ചെയ്യുക. എവിടെ നിന്ന്? ഈ നോഡ് വരെ നമ്മൾ സെർച്ച് ചെയ്തു. ഇനിയും പോകാൻ ഒരു ചൈൽഡ് നോഡ് ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. പേരൻറ്റിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിട്ടേണിങ് ഫ്രം എ ചൈൽഡ് നോഡ് ടു ദ പേരൻറ്റ് നോഡ്, ഇതിനെ നമ്മൾ ബാക്ക് ട്രാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇനി മുൻപോട്ട് പോകാൻ വഴിയില്ല. വഴിയില്ലെങ്കിൽ തിരിച്ചു പോകാം. തിരിച്ചു പോയി ഇതാ ഇവിടെ നിൽക്കുകയാണ് നമ്മൾ. തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ബാക്ക് ട്രാക്ക് ചെയ്ത് പേരൻറ്റ് നോഡിലേക്ക് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ സെർച്ച് ചെയ്യണം ഈ പേരൻറ്റിന് ഇനിയും വിസിറ്റ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും ചൈൽഡ് നോഡുകളുണ്ടോ. അപ്പോൾ ആകെ 2 ചൈൽഡ് നോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്ന് വിസിറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? പേരൻറ്റിലേക്ക് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അടുത്തതായി നോക്കേണ്ടത് ഈ പേരൻറ്റിന് വിസിറ്റ് ചെയ്യപ്പെടാത്ത ചൈൽഡ് നോഡുകളുണ്ടോ. ഉണ്ടെങ്കിൽ അതിനെ വിസിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടം വരെ നമ്മൾ വന്ന് തിരിച്ച് പേരൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പേരൻറ്റിന് ഇനിയും വിസിറ്റ് ചെയ്യപ്പെടാത്തൊരു ചൈൽഡ് നോഡുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് വന്ന് അതിനെ വിസിറ്റ് ചെയ്തു. അതിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഇതിനെ വിസിറ്റ് ചെയ്തു. ഇതിനെ വിസിറ്റ് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ നോഡ് വിസിറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ സക്സസർ നോഡുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചൈൽഡ് നോഡിലേക്കാണ് സെർച്ച് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൈൽഡിലേക്ക് പോകണം. പക്ഷെ പോകാനൊരു ചൈൽഡ് ഇല്ല. ചൈൽഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യണം. അങ്ങനെ അതിൻ്റെ പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്തപ്പോൾ ഈ പേരൻറ്റിനോട്
വീണ്ടും സെർച്ച്, ഇപ്പോൾ രണ്ടാമത്തെ ബാക്ക് ട്രാക്കിങ്ങാണ് നടന്നത്. വീണ്ടും പേരൻറ്റിലെത്തി കഴിയുമ്പോൾ ചെക്ക് ചെയ്യണം ഈ പേരൻറ്റിന് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തൊരു ചൈൽഡ് നോഡ് ഉണ്ടോ. ആകെ 2 ചൈൽഡേ ഉള്ളായിരുന്നു, 2 നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പേരൻറ്റിന് അൺവിസിറ്റഡ് ചൈൽഡ് നോഡുകളില്ല. ഒരു പേരൻ്റ് നോഡിന് വിസിറ്റ് ചെയ്യപ്പെടാത്ത ചൈൽഡ് നോഡുകളില്ല എങ്കിൽ ആ പേരൻറ്റിൽ നിന്ന് അതിൻ്റെ പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന വഴി ഏതാ നോക്കിക്കേ. നമ്മൾ ഇവിടം തുടങ്ങി ഇതിൽ വന്നു, അവിടെ നിന്ന് ഇതിലേക്ക് വന്നു, അവിടെ നിന്ന് ഇതിലേക്ക് വന്നു, അവിടെ നിന്ന് ഇതിലേക്ക് വന്നു. ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല, തിരിച്ച് പേരൻറ്റിൽ പോയി. വീണ്ടും അതേ പേരൻറ്റിൻ്റെ മറ്റൊരു അൺവിസിറ്റഡ് നോഡിനെ വിസിറ്റ് ചെയ്തു. ഇനിയും താഴോട്ട് പോകാൻ ഒരു ചൈൽഡ് നോഡില്ല, തിരിച്ച് പേരൻറ്റിലേക്ക് പോയി. ഈ പേരൻറ്റിന് ഇനിയും വിസിറ്റ് ചെയ്യാൻ മറ്റ് ചൈൽഡ് നോഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് അതിൻ്റെ പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്തു. ഇപ്പോൾ എത്തിപ്പെട്ടതും ഒരു ബാക്ക് ട്രാക്കിംഗ് മൂവ്മെൻ്റാണ്. എത്തിപ്പെട്ടതൊരു പേരൻ്റ് നോഡിലേക്കാണ്. ഈ പേരൻറ്റിന് ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ചൈൽഡ് നോഡുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്, അങ്ങനെ അത് വിസിറ്റ് ചെയ്തു. ആ നോഡിന് വീണ്ടും ചൈൽഡുകൾ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഉണ്ട്, അതും വിസിറ്റ് ചെയ്തു. ഈ നോഡിന് വീണ്ടും ചൈൽഡ് ഉണ്ടോ എന്ന് നോക്കി, ഇല്ല. ചൈൽഡ് ഇല്ലെങ്കിൽ തിരിച്ച് പേരൻറ്റിലേക്ക് പോകണം. പേരൻറ്റിൽ ചെന്നാൽ ഉടൻ തന്നെ ആ പേരൻറ്റിന് അൺവിസിറ്റഡ് ചൈൽഡുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിനെ കൂടി വിസിറ്റ് ചെയ്യുക. അതിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൈൽഡിലേക്ക് പോവുക. പോകാൻ ഇനിയൊരു ചൈൽഡില്ല എങ്കിൽ അതിൻ്റെ പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യുക. വീണ്ടും എത്തിപ്പെട്ടതൊരു പേരൻറ്റിൽ, ഈ പേരൻറ്റിന് അൺവിസിറ്റഡ് ചൈൽഡുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിനെ വിസിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിൻ്റെ പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ എത്തിപ്പെട്ടതും ഒരു പേരൻ്റ് നോഡിലേക്കാണ്. ഈ പേരൻറ്റിന് അൺവിസിറ്റഡ് ചൈൽഡ് നോഡുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പേരൻ്റ് നോഡിന് വിസിറ്റ് ചെയ്യപ്പെടാത്ത ചൈൽഡ് നോഡുകൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അത് അതിൻ്റെ പേരൻറ്റിനെ റിട്ടേൺ ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 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 റിട്ടേൺ, തിരിച്ചിതിനെ വിസിറ്റ് ചെയ്തു, വീണ്ടും റിട്ടേൺ ചെയ്തു, തിരിച്ചിങ്ങോട്ട് പോയി, ഇവിടെ വന്നു, ഇതിനെ വിസിറ്റ് ചെയ്തു, തിരിച്ചു പോയി, ഇതിനെ വിസിറ്റ് ചെയ്തു, തിരിച്ചു പോയി, അവിടെ നിന്നോട്ട് തിരിച്ചു പോയി, ഇവിടെ നിന്നോട്ട് തിരിച്ചു പോയി, ഇവിടെ നിന്നോട്ട് തിരിച്ചു പോയി. ഈ ഒരു മെത്തേഡ് ഓഫ് വിസിറ്റിംഗ് ദ അൺവിസിറ്റഡ് നോഡ്സ് ഓഫ് എ സൊല്യൂഷൻ സ്പേസ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം, ഇതിനെ നമ്മൾ DFS ഇൻ ബാക്ക് ട്രാക്കിംഗ് എന്ന് വിളിക്കുന്നു. പറഞ്ഞു വന്നത് ഇത്രയാണ്. ഓരോ തവണയും പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ സൊല്യൂഷനെ കണ്ടെത്താനുള്ള ശ്രമം, ഇതിനിടയിൽ സെർച്ച് ചെയ്യുവാനായി നമ്മൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന സെർച്ച് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് എന്താണ് എന്നും ബാക്ക് ട്രാക്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് ടെക്നിക്ക് എന്താണ് എന്നും നിങ്ങൾ പഠിച്ചു. ഓക്കെ, അടുത്തതായി 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കൺസ്ട്രെയിൻസ്. 2 ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസും എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസും. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും 2 കൺസ്ട്രെയിൻസ് ആണ്. ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസും എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസും. എന്താണിത് നമുക്ക് നോക്കാം. കൺസ്ട്രെയിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം റൂൾസ് എന്നാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് റൂളാണ്. എന്തിനെക്കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന റൂളുകൾ? എന്താണ് ഈ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോബ്ലത്തിലേക്ക് ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടാവണം. പ്രോബ്ലത്തിലേക്ക് ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടാവണം. അപ്പോൾ ഈ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് ഈ ഇൻപുട്ട് വേരിയബിൾസ്. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുമല്ലോ, അതിനെ നമുക്ക് ഔട്ട്പുട്ട് വേരിയബിൾസ് എന്ന് വിളിക്കാം. അപ്പോൾ 2 വേരിയബിൾസായി. എന്താണ്? ഇൻപുട്ട് വേരിയബിൾസും ഔട്ട്പുട്ട് വേരിയബിൾസും. ഓക്കെ, ശരി. ഇനി ഞാൻ പറയുകയാണ് 2 വേരിയബിൾസ് നോക്കിക്കോളൂ. ഒന്ന് x1ഉം ഒന്ന് x2ഉം. ഞാൻ പറയുകയാണ്
പ്രോബ്ലം പിയിലേക്ക് 2 ഇൻപുട്ടുകളാണ് ഞാൻ കൊടുക്കുന്നത്. ഒന്ന് x1ഉം ഒന്ന് x2ഉം. അപ്പോൾ 2 വ്യത്യസ്തമായ ഇൻപുട്ടുകളാണ് പ്രോബ്ലം പിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. രണ്ടും വേരിയബിൾസുമാണ്. ഈ വേരിയബിൾസിനെ, ഇൻപുട്ടായി കൊടുക്കുന്ന വേരിയബിൾസിനെ നമുക്ക് ഇൻപുട്ട് വേരിയബിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ എനിക്ക് സൊല്യൂഷൻ വേരിയബിൾ എന്ന് വിളിക്കാം. എസ് എന്നതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇൻപുട്ട് എന്താണെന്നും ഔട്ട്പുട്ട് എന്താണെന്നും നമ്മൾ കണ്ടു. ഇപ്പം ഞാൻ പറയുകയാണ്, x1ൻ്റെ വാല്യൂ 10 ആവുകയും x2ൻ്റെ വാല്യൂ ലെസ് ദാൻ 100 ആവുകയും ഈക്വൽ ടു അല്ല, x2 ഗ്രേറ്റർ ദാൻ 100 ആവുകയും ചെയ്താൽ, ഓക്കെ, x1ൻ്റെ വാല്യൂ 10 ആവുകയും x2ൻ്റെ വാല്യൂ 100 ആവുകയും ചെയ്താൽ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ പറയുകയാണ്. എന്താണ് കണ്ടീഷൻ? കുറേ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ x1 എന്ന വേരിയബിളിൻ്റെ വാല്യൂ 10 ആവുകയും x2 എന്ന വേരിയബിളിൻ്റെ വാല്യൂ 100നേക്കാൾ ഗ്രേറ്റർ ആവുകയും ചെയ്താൽ, ഈ 2 കണ്ടീഷൻസും ഒരേപോലെ സാറ്റിസ്ഫൈ ആകുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് പറയാം നമുക്ക് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഓരോ സൊല്യൂഷനിലും എത്തിപ്പെടണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ പറയപ്പെടുന്ന കണ്ടീഷൻസ് എന്ത് തന്നെ ആയാലും എപ്പോഴാണോ അത് സാറ്റിസ്ഫൈ ആകുന്നത് ആ മൊമെൻറ്റിലേ നമുക്ക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഇത് മാത്രം സാറ്റിസ്ഫൈ ആയെന്ന് വരും. ഏത് മാത്രം? x2 ഗ്രേറ്റർ ദാൻ 100 ആയി എന്ന് വരാം. പക്ഷെ അപ്പോഴും x1ൻ്റെ വാല്യൂ 10 ആയിട്ടില്ല. രണ്ടും ഒരേ സമയം സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ സൊല്യൂഷനിലേക്ക് എത്തുന്നുള്ളൂ. രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രം സാറ്റിസ്ഫൈ ആയാൽ നമുക്ക് പറയാൻ പറ്റില്ല സൊല്യൂഷൻ കിട്ടിയെന്ന്. ഇതും ട്രൂ ആവണം, ഇതും ട്രൂ ആവണം. 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാൽ നമുക്ക് പറയാം നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുവാനായി എന്ത് കണ്ടീഷനാണോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ആ കണ്ടീഷനെ, ആ റൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ഓർ കണ്ടീഷൻസ് വിച്ച് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ടു അച്ചീവ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ അച്ചീവ് ചെയ്യുവാനായി എന്തൊക്കെ കണ്ടീഷനുകളാണോ സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ടത് ആ കണ്ടീഷനുകളുടെ കളക്ഷനെ എനിക്ക് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്താണ് എന്നുള്ളത്. ഇതൊരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിലേക്കുള്ള 2 വേരിയബിൾസ് ആണെന്ന് കരുതുക, x1ഉം x2ഉം. ഞാൻ പറയുന്നു x1ഉം x2ഉം ബൈനറി വേരിയബിൾസ് ആയിരിക്കണം എന്ന് ഞാൻ അങ്ങ് പറയുകയാണ്. പ്രോബ്ലം പിയിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ ബൈനറി വേരിയബിൾസ് ആയിരിക്കണം എന്ന് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു. ബൈനറി വേരിയബിൾ ആകാനുള്ള കണ്ടീഷൻ എന്താണ്? ബൈനറി വേരിയബിൾ ആകണമെങ്കിൽ ഈ വേരിയബിൾസിന് ആകെ 2 വാല്യൂസേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അപ്പോൾ x1നും x2നും സ്വീകരിക്കാൻ പറ്റുന്ന 2 വാല്യൂസാണ് 0 ഓർ 1. കാരണം അവർ ബൈനറി വേരിയബിൾസ് ആണ്. ഇത് രണ്ടുമല്ലാതെ മറ്റൊരു വാല്യൂസും ഈ വേരിയബിൾസിന് അസൈൻ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇതൊരു റൂളാണ്. എന്തൊക്കെ വാല്യൂസ് വേരിയബിൾസിൽ അസൈൻ ചെയ്യപ്പെടാം, എന്തൊക്കെ വാല്യൂസ് അസൈൻ ചെയ്യാൻ പാടില്ല, വേരിയബിൾസ് ഏതൊക്കെ വാല്യൂസ് സ്വീകരിക്കണം ഏത് സ്വീകരിക്കരുത് എന്നതിനെ വ്യക്തമാക്കുന്ന രീതിയിൽ നമ്മളൊരു റൂൾ പറഞ്ഞാൽ ആ റൂളിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കാം. ബാക്ക് ട്രാക്കിംഗ് എന്ന ഡിസൈൻ ടെക്നിക്കിൽ ഈ 2 കൺസ്ട്രെയിൻസും ഉണ്ട്. ഒന്ന്, ഈ പ്രോബ്ലത്തിന് വ്യക്തമായ ഒരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, അത് അതിൻ്റെ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് ആണ്.
ഇനിയും ഈ പ്രോബ്ലം ഏതൊക്കെ വേരിയബിൾസിനെ ഇൻപുട്ടായി സ്വീകരിച്ചാലും ഈ വേരിയബിൾസ് സ്വീകരിക്കേണ്ട വാല്യൂസ് ഏതൊക്കെ വാല്യൂസ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, എന്ത് സ്വീകരിക്കരുത്, ഈ രീതിയിൽ വ്യക്തമാക്കുന്ന റൂളുകളെ നമുക്ക് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കാം. ബാക്ക് ട്രാക്കിംഗ് എന്ന ഡിസൈൻ ടെക്നിക് സൊല്യൂഷൻസ് കണ്ടെത്തുവാനായി ഉപയോഗിക്കുന്ന രണ്ട് കൺസ്ട്രെയിൻസുമുണ്ട്. ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസുമുണ്ട്, എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസുമുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബാക്ക് ട്രാക്കിംഗ് എന്താണെന്ന് പഠിച്ചു, അതൊരു ഡിസൈൻ ടെക്നിക്കാണെന്നും ഇതിലുപയോഗിക്കുന്ന സെർച്ച് ടെക്നിക്കിനെ DFS എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്താണെന്നും എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്താണെന്നും പറഞ്ഞു. ഓക്കെ, ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ പേരാണ് n ക്വീൻസ് പ്രോബ്ലം. ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ പേരാണ് n ക്വീൻസ് പ്രോബ്ലം. ഇതിൽ എന്നിന് ഞാൻ എന്ത് വാല്യൂ കൊടുക്കുന്നു അതിനനുസരിച്ച് പ്രോബ്ലത്തിൻ്റെ പേര് മാറും. എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ അത് 4 ക്വീൻസ് പ്രോബ്ലം ആവും. എന്നിൻ്റെ വാല്യൂ 8 ആണെങ്കിൽ അത് 8 ക്വീൻസ് പ്രോബ്ലം ആവും. ഇനി എന്താണ് ഈ പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം 4 ക്വീൻസ് പ്രോബ്ലമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്കി ഓരോന്നും. 4 ക്വീൻസ് പ്രോബ്ലത്തിൽ എന്നിൻ്റെ വാല്യൂ 4 ആണ് എന്ന് മനസ്സിലാക്കുക. ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നു, എന്നിൻ്റെ വാല്യൂ എത്ര തന്നെ ആയാലും അതിനനുസരിച്ചാണ് നമ്മൾ പ്രോബ്ലം സ്പേസ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് n ക്വീൻസ് പ്രോബ്ലത്തിൽ നമ്മൾ n/n ചെസ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. n/n ചെസ് ബോർഡ് എന്ന് പറഞ്ഞാൽ n റോസും n കോളംസുമുള്ള ഒരു ചെസ് ബോർഡായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ n ക്വീൻസ് പ്രോബ്ലത്തിൽ n/n ചെസ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 4 ക്വീൻസ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന ചെസ് ബോർഡോ 4/4 ചെസ് ബോർഡായിരിക്കും. എന്ന് വെച്ചാൽ അതിൽ 4 റോസും 4 കോളംസും ഉണ്ടായിരിക്കും. അപ്പോൾ 8 ക്വീൻസ് പ്രോബ്ലത്തിലോ 8/8 ചെസ് ബോർഡ് യൂസ് ചെയ്യും. 8 റോസും 8 കോളംസുമുള്ള ചെസ് ബോർഡായിരിക്കും യൂസ് ചെയ്യുക. മറ്റൊരു കാര്യം, n ക്വീൻസ് പ്രോബ്ലത്തിൽ n ക്വീനുകളുണ്ടാവും. n റാണിമാരാണ് അവിടെയുള്ളത്. അപ്പോൾ 4 ക്വീൻസിനകത്ത് എത്ര ക്വീനുകളുണ്ട്? 4 ക്വീൻസ്. 8 ക്വീൻ പ്രോബ്ലത്തിനകത്ത് എത്ര ക്വീൻ? 8 ക്വീൻസ്. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? n ക്വീൻസ് പ്രോബ്ലത്തിൽ n ക്വീനുകളുണ്ടാവും, n/n ചെസ് ബോർഡും ഉണ്ടാകും. മനസ്സിലായോ? ഇനി ഞാൻ നേരെ 4 ക്വീൻസിലേക്ക് പോകുന്നു. 4 ക്വീൻ്റെ ചെസ് ബോർഡ് നമുക്കൊന്ന് വരയ്ക്കാം. ഇതൊരു 4/4 ചെസ് ബോർഡാണ്. 4 റോയും 4 കോളവുമുള്ള ഒരു ചെസ് ബോർഡ്. 4 ക്വീനുകളെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് എഴുതാം Q1, Q2, Q3, Q4. 4 ക്വീൻസ് പ്രോബ്ലം ആയതുകൊണ്ട് 4/4 ചെസ് ബോർഡും 4 ക്വീനുകളെയും നമ്മൾ റെഡിയാക്കി വെച്ചു. ഇവിടെ ഉപയോഗിക്കുന്ന ഇൻപുട്ട് വേരിയബിൾസാണ് Q1, Q2, Q3, Q4. ഇതൊരു 8 ക്വീൻസ് പ്രോബ്ലം ആയിരുന്നെങ്കിൽ ഇതേപോലത്തെ 8 ക്വീനുകളെ നമ്മൾ യൂസ് ചെയ്തേനെ, Q1 മുതൽ Q8 വരെ. ഈ ക്വീനുകളാണ് നമ്മുടെ ഇൻപുട്ട് വേരിയബിൾസ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി എന്താണ് പ്രോബ്ലം എന്ന് പറയാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ക്വീനുകളെ ചെസ് ബോർഡിൽ പ്ലേസ് ചെയ്യണം. എങ്ങനെ? നിങ്ങൾ ഒരു കാരണവശാലും ഒന്നിലധികം ക്വീനുകളെ ഒരേ റോയിലോ ഒരേ കോളത്തിലോ ഒരേ ഡയഗണലിലോ വരാത്ത രീതിയിൽ വേണം ഇവരെ പ്ലേസ് ചെയ്യാൻ. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ കയ്യിലുള്ളതൊരു ചെസ് ബോർഡ് മാത്രമാണ്. ഇതിൽ 4 റോസും 4 കോളംസുമാണ് ഉള്ളത്. എൻ്റെ കയ്യിൽ 4 ക്വീനുകളുണ്ട്.
ഈ 4 ക്വീനുകളെയും ഈ ചെസ് ബോർഡിൽ ഞാൻ പ്രത്യേക രീതിയിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. എങ്ങനെ വേണോ നിങ്ങൾ പ്ലേസ് ചെയ്തു കൊള്ളുക. പക്ഷേ ഒരു കാരണവശാലും 2 ക്വീനുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ക്വീനുകൾ ഒരേ റോയിൽ വരാൻ പാടില്ല. സെയിം റോയിലോ സെയിം കോളത്തിലോ സെയിം ഡയഗണലുകളിലോ ഒന്നിലധികം ക്വീനുകൾ വരാത്ത രീതിയിൽ വേണം ഇവരെ പ്ലേസ് ചെയ്യാൻ. എങ്കിൽ എത്ര തവണ എത്ര രീതിയിൽ നമുക്ക് ഇവരെ പ്ലേസ് ചെയ്യാം. സപ്പോസ് ഞാൻ ക്വീൻ 1നെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്തു. സപ്പോസ് ഫസ്റ്റ് ക്വീനിനെ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്തു. എങ്കിൽ ഇനി ഈ റോയിൽ മറ്റാരെയും എനിക്ക് പ്ലേസ് ചെയ്യാനാവില്ല. അപ്പോൾ ആ ബ്ലോക്ക്ഡ് പൊസിഷൻസ് ഞാനങ്ങ് ക്രോസ് ചെയ്യുകയാണ്. റൂൾ അനുസരിച്ച് ഒരു ക്വീനിനെ ബോർഡിൽ പ്ലേസ് ചെയ്താൽ ആ റോയിൽ ഇനി മറ്റാരും വരാൻ പാടില്ല. അതേപോലെ ആ കോളത്തിലും ഇനി മറ്റാരും വരാൻ പാടില്ല. ആ ഡയഗണലിലും ഇനി മറ്റാരും വരാൻ പാടില്ല. ഇതുപോലെ ഒരു ബോർഡിൽ ഒരു ക്വീനിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്ലേസ്മെൻറ്റ് കാരണം ആ റോയിലെ മറ്റ് പൊസിഷൻസും ആ കോളത്തിലെ മറ്റ് പൊസിഷൻസും ആ ഡയഗണലിലെ മറ്റ് പൊസിഷൻസും നമ്മൾ ക്രോസ് ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ ഇനി ഈ പൊസിഷൻസിലൊന്നും തന്നെ മറ്റൊരു ക്വീൻ വരരുത്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൊസിഷൻസ് ബ്ലോക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാണ് ക്വീൻ 2നെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. റൂള് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു എക്സ്ട്രാ റൂള് പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ക്വീനിനെയും സെപ്പറേറ്റ് റോസിൽ നമ്മൾ വെക്കുക. അതായത് ഫസ്റ്റ് ക്വീൻ ഫസ്റ്റ് റോയിലേ പോകാൻ പാടുള്ളൂ. സെക്കൻഡ് ക്വീൻ സെക്കൻഡ് റോയിൽ തന്നെ പോയിരിക്കണം. തേർഡ് ക്വീൻ തേർഡ് റോയിൽ തന്നെ പോയിരിക്കണം. ഫോർത്ത് ക്വീൻ ഫോർത്ത് റോയിൽ തന്നെ പോകണം. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഏത് റോയിൽ പോകണമെന്നേ പറഞ്ഞുള്ളൂ. ആ റോയിലെ ഏത് കോളത്തിലാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. 4 ക്വീൻസ് പ്രോബ്ലം. 4x4 ചെസ് ബോർഡ് ഉപയോഗിക്കുന്നു. 4 ക്വീൻസ് നമ്മുടെ കയ്യിലുണ്ട്, Q1 മുതൽ Q4 വരെ. ഓരോ ക്വീനും അതാത് റോയിൽ പോകണം. ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ QI എന്ന് പറഞ്ഞാൽ ith റോയിലാണ് പോകേണ്ടത്. Q1 ഫസ്റ്റ് റോ, Q2 സെക്കൻഡ് റോ, Q3 തേർഡ് റോ, Q4 ഫോർത്ത് റോ. ജനറലൈസ് ചെയ്ത് പറയുന്നു QI ith റോയിൽ പോകുക. പിന്നെ എങ്ങനെ നിങ്ങൾ പ്ലേസ് ചെയ്താലും ഒരേ റോയിലോ ഒരേ കോളത്തിലോ ഒരേ ഡയഗണലിലോ ഒന്നിലധികം ക്വീനുകൾ വരാൻ പാടുള്ളതല്ല. ഓക്കെ, എങ്കിൽ പരസ്പരം അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്കെങ്ങനെ ക്വീനുകളെ അറേഞ്ച് ചെയ്യാം? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇപ്പം Q1നെ ഞാൻ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ക്വീനിനെ പ്ലേസ് ചെയ്യാം. സെക്കൻഡ് ക്വീൻ സെക്കൻഡ് റോയിൽ തന്നെ പോകണം. സെക്കൻഡ് റോയിൽ ആഡ് ചെയ്യാൻ ഞാൻ നോക്കുമ്പോൾ 4 കോളംസ് ഉണ്ടായിരുന്നതിൽ 2 കോളംസ് ഓൾറെഡി ബ്ലോക്ക്ഡാണ്. ഇനി ആകെ 2 പൊസിഷൻസേ ബാക്കിയുള്ളൂ. ഒന്നീ ഇവിടെ വെക്കാം, അല്ലേ ഇവിടെ വെക്കാം. അപ്പോൾ സെക്കൻഡ് ക്വീനിന് ആകെ 2 പൊസിഷനേ ബാക്കിയുള്ളൂ. ഞാൻ അതിൽ ഈ പൊസിഷനിലോട്ട് രണ്ടാമത്തെ ക്വീനിനെ വെക്കാൻ തീരുമാനിച്ചു. എങ്കിൽ ആ റോയിലെ ബാക്കി എല്ലാ പൊസിഷൻസും ഇനി ഞാൻ ക്രോസ് ചെയ്യണം. ക്വീൻ 2നെ വെച്ച ആ കോളത്തിലെ എല്ലാ പൊസിഷൻസും ബ്ലോക്ക് ചെയ്യണം. ക്വീൻ 2 ഇപ്പോൾ ഇരിക്കുന്ന ആ ഡയഗണൽസും ക്രോസ് ചെയ്യുക. ക്വീൻ 2 എന്ന് പറഞ്ഞാൽ ഡയഗണൽ നോക്കിക്കേ, ഇതാണ് ഡയഗണൽ എന്ന് വെച്ചാൽ ഈ സെല്ല് പോവും. അതുപോലെ ഇതും ഒരു ഡയഗണലാണ്, അപ്പോൾ ഈ സെല്ലും പോവും. ആണേ, അപ്പോൾ 1ഉം 2ഉം 2 ക്വീനുകളെ പ്ലേസ് ചെയ്തു. ഇനി Q3യെ പ്ലേസ് ചെയ്യണം. Q3യെ പ്ലേസ് ചെയ്യാൻ ഞാൻ നോക്കുമ്പോൾ Q3 തേർഡ് റോയിലേ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ തേർഡ് റോയിൽ ഒരു സ്ഥലം പോലും ഇനി ബാക്കിയില്ല. ആകെ 4 കോളം പൊസിഷൻസ് ഉണ്ടായിരുന്നു, 4ഉം ബ്ലോക്ക്ഡാണ്.
അപ്പോൾ ഈ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്താൽ എനിക്ക് 4 ക്വീനുകളെ ഈ ബോർഡിൽ പ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. എങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു പോസിബിലിറ്റിയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഇതൊരു സൊല്യൂഷനിലേക്ക് പോവില്ല എന്ന് മനസ്സിലായാൽ തിരിച്ചുപോയി മറ്റൊരു ഓൾട്ടർനേറ്റീവ് ട്രൈ ചെയ്യുന്ന മെത്തേഡാണ് ബാക്ക് ട്രാക്കിംഗ്. നമുക്കിനി നോക്കേണ്ടത് ബാക്ക് ട്രാക്കിങ്ങിലൂടെ എങ്ങനെയാണ് 4 ക്വീൻസ് പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. വേറൊരു കാര്യം കൂടി പറയാം. ഈ പ്രോബ്ലത്തിലെ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസും എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസും എന്താണ് എന്നുള്ളത്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷനിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന റൂളുകൾ. ഇവിടെ പറഞ്ഞതനുസരിച്ച് ഓരോ ക്വീനുകളെ ക്യു ഐ എന്ന് പറയുന്നൊരു ക്വീനിനെ ith റോയിലേക്ക് പ്ലേസ് ചെയ്തിരിക്കണം. ഇതൊരു റൂള്. ഏത് ക്വീനിനെ എവിടെ പ്ലേസ് ചെയ്താലും ആ റോയിലോ ആ കോളത്തിലോ ആ ഡയഗണലിലോ മറ്റൊരു ക്വീനിനെ പ്ലേസ് ചെയ്യാൻ പാടില്ല എന്നത് രണ്ടാമത്തെ റൂള്. ഈ കളക്ഷൻ ഓഫ് റൂളുകളെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്വീനുകളെ ബോർഡിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചാൽ, ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ക്വീനുകളെ പ്ലേസ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ കണ്ടീഷൻസാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസ്. ഇനി n ക്വീൻസിനകത്തെ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻറ്റ് എന്താണ്? വേരിയബിളിന് എടുക്കാവുന്ന വാല്യൂസ്. 4 വേരിയബിൾസ് ആയിരുന്നു ഇവിടെ, Q1, Q2, Q3 ആൻഡ് Q4. ഈ 4 വേരിയബിൾസിനും എന്തൊക്കെ വാല്യൂസ് കൊടുക്കാം? നേരത്തെ പറഞ്ഞതനുസരിച്ച് ഫസ്റ്റ് ക്വീൻ ഫസ്റ്റ് റോയിൽ പോകണം എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഫസ്റ്റ് റോയുടെ ഏത് കോളത്തിൽ പോകണം എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കണം. എത്ര കോളം ഉണ്ട്? 4 ക്വീൻസ് പ്രോബ്ലം ആണെങ്കിൽ 1, 2, 3, 4 4 കോളംസേ ഉള്ളൂ. 4 ക്വീൻസ് പ്രോബ്ലം ആണെങ്കിൽ 4 കോളംസേ ഉള്ളൂ. എങ്കിൽ ക്വീൻ 1 ഈ 4-ൽ ഏതെങ്കിലും ഒരു കോളത്തിലായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ Q1-ന് ഒന്നുകിൽ ഫസ്റ്റ് കോളത്തിൽ പോകാം, അല്ലെങ്കിൽ സെക്കൻഡ് കോളത്തിൽ പോകാം, അല്ലെങ്കിൽ തേർഡ് കോളത്തിൽ പോകാം, അല്ലെങ്കിൽ ഫോർത്ത് കോളത്തിൽ പോകാം. അപ്പോൾ Q1-ന് എടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂസ് എന്താണ്? ഇതാണ്. Q2 സെക്കൻഡ് റോയിൽ പോയാൽ മതി. പക്ഷേ സെക്കൻഡ് റോയിലെ ഏത് കോളത്തിൽ വേണേലും പോകാം. എന്ന് വെച്ചാൽ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. ചുരുക്കത്തിൽ 4 ക്വീനുകൾ ഉണ്ടെങ്കിൽ 4 ക്വീനുകൾക്കും ഈ 4 വാല്യൂസിൽ ഏതെങ്കിലും വാല്യൂ എടുക്കാവുന്നതാണ്. സോ സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ദറ്റ് ക്വീൻസ് ക്യാൻ ടേക്ക് ആർ 1, 2, 3 ആൻഡ് 4. ഇതല്ലാതെ മറ്റൊന്നും എടുക്കാൻ പാടില്ല. 0 എന്നെടുക്കാൻ പാടില്ല, കാരണം 0 എന്ന് പറഞ്ഞൊരു കോളമില്ല. 5 എന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ല, കാരണം ഇത് 4 ക്വീൻസ് പ്രോബ്ലമാണ്. 5 എന്ന് പറഞ്ഞൊരു കോളമില്ല. അപ്പോൾ ഈ 4 വാല്യൂസേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ വേണം എടുക്കാൻ. ഇതല്ലാതെ മറ്റൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ റൂളാണ് n ക്വീൻസ് അല്ല 4 ക്വീൻസ് പ്രോബ്ലത്തിലെ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രോബ്ലം നിങ്ങൾ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് വഴി സോൾവ് ചെയ്താലും അവിടെ കുറേ റൂളുകളുണ്ടാവും. ആ റൂളുകളിൽ ചിലത് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസും മറ്റു ചിലത് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസുമായിരിക്കും. പ്രോബ്ലം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് 4 ക്വീൻസ് പ്രോബ്ലത്തിനെ ബാക്ക് ട്രാക്കിങ്ങിലൂടെ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഒരു ട്രീ ഫോർമാറ്റിലാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനെ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ട്രീ ഫോർമാറ്റിൽ ആ ട്രീ ഉറപ്പായും ആ ട്രീക്ക് തുടക്കത്തിലൊരു റൂട്ട് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ റൂട്ടായിട്ട് വരയ്ക്കേണ്ടത് ഒരു 4x4 ചെസ് ബോർഡാണ്. ഈ റൂട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റിനെയാണ്, തുടക്കം. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഒരു ക്വീനിനെ പോലും ഇതുവരെ ചെസ് ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടില്ല. ചെസ് ബോർഡ് ഇപ്പോൾ എംറ്റിയാണ്. 4 ക്വീനുകളിൽ ഒരാളെ പോലും ചെസ് ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടില്ല. ഈ അവസ്ഥയാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക്
നമ്മൾ നീങ്ങുന്നു. സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ തൊട്ടടുത്ത ലെവൽ എന്ന് പറയുന്നത് Q1നെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 4 പോസിബിലിറ്റീസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 4 പോസിബിലിറ്റീസ് നോക്കിക്കേ. ഇതൊരു പോസിബിലിറ്റി, ഇതൊരു പോസിബിലിറ്റി, ഇതൊരു പോസിബിലിറ്റി, ഇതൊരു പോസിബിലിറ്റി. ഈ 4 പോസിബിലിറ്റി പറയുന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ ആരും തന്നെ ബോർഡിൽ പ്ലേസ്ഡ് ആയിട്ടില്ല. ഫസ്റ്റ് ലെവലിൽ Q1നെയാണ് ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ Q1നെ എവിടെയൊക്കെ വെക്കാം? ഫസ്റ്റ് റോയിലേ വെക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് റോയിലെ 4 കോളത്തിൽ എവിടെ വേണേലും വെക്കാം. അപ്പോൾ ഈ പോസിബിലിറ്റി കാണിക്കുന്നത് Q1നെ ഫസ്റ്റ് റോയിൻ്റെ ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Q1നെ ഫസ്റ്റ് റോയിലെ തന്നെ സെക്കൻഡ് കോളത്തിൽ പ്ലേസ് ചെയ്താൽ എങ്ങനെ വരും. ഇത് Q1നെ ഫസ്റ്റ് റോയുടെ തേർഡ് കോളത്തിൽ പ്ലേസ് ചെയ്താൽ എങ്ങനെയിരിക്കും. ഇത് Q1നെ ഫസ്റ്റ് റോയുടെ ഫോർത്ത് കോളത്തിൽ പ്ലേസ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് 4 പോസിബിലിറ്റീസ് ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ട് 4 പോസിബിലിറ്റീസ് വന്നു? ആകെ 4 കോളംസേ ഉള്ളൂ. 4 ഏതെങ്കിലും ഒരു കോളത്തിൽ Q1നെ പ്ലേസ് ചെയ്തേ മതിയാകൂ. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്ത് നോക്കും, സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ. കിട്ടുന്നില്ലെങ്കിൽ സെക്കൻഡ് കോളത്തിൽ പ്ലേസ് ചെയ്ത് നോക്കും. അവിടെയും സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ തേർഡ് കോളത്തിൽ പ്ലേസ് ചെയ്ത് നോക്കും. അങ്ങനെയാണ് നമ്മൾ സെർച്ച് പ്രൊസീഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം Q1. അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആരെയും ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടില്ല. ലെവൽ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Q1നെ പ്ലേസ് ചെയ്യുന്നു. ലെവൽ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Q2നെ പ്ലേസ് ചെയ്യുന്നു. ലെവൽ 3 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Q3യെ പ്ലേസ് ചെയ്യുന്നു. ലെവൽ 4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Q4നെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ലെവലും ഓരോ ക്വീനിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനിഷ്യലിൽ നിന്ന് ആദ്യം ഇങ്ങോട്ട് പോകാം. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ Q1നെ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളത്തിൽ പ്ലേസ് ചെയ്തു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോളം ഓക്കെ ഏത് കോളത്തിലാണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളത്തിൽ ഞാൻ പ്ലേസ് ചെയ്തു. Q1 ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വന്നാൽ ഈ റോ ബ്ലോക്കാവും, ഈ കോളം ബ്ലോക്കാവും, ഈ ഡയഗണലും ബ്ലോക്കാവും. ഓക്കെ, അപ്പോൾ ക്വീനിനെ ആദ്യം പ്ലേസ് ചെയ്യുക. അതിനുശേഷം പ്ലേസ്മെൻറ്റ് കാരണം ബ്ലോക്ക് ആവുന്ന സെല്ലുകളെ ക്രോസ് ചെയ്യുക. Q1നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിൽ Q2നെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് നോക്കാം. താഴേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി കഴിഞ്ഞു. ഇതാണ് അവസ്ഥയെങ്കിൽ Q2നെ എവിടെ പ്ലേസ് ചെയ്യാം? Q2ന് സെക്കൻഡ് റോയിലേ പറ്റൂ. സെക്കൻഡ് റോയിൽ 2 കോളംസേ ഇനി ബാക്കിയുള്ളൂ. ഒന്നുകിൽ കോളം 3ൽ വെക്കാം, അല്ലെങ്കിൽ കോളം 4ൽ വെക്കാം. കോളം 3ലോ 4ലോ 2 പോസിബിലിറ്റീസ്. അപ്പോൾ ഈ നോഡിൽ നിന്ന് ഇനി 2 ബ്രാഞ്ചസ് ആണ് വരയ്ക്കേണ്ടത്. ഈ നോഡ് വരെ നമ്മൾ എത്തി നിൽക്കുന്നു. അടുത്ത ഘട്ടത്തിൽ Q2നെ പ്ലേസ് ചെയ്യണം. ഒന്നുകിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. അപ്പോൾ ഒരു പോസിബിലിറ്റി ഇവിടെ വെക്കുന്നതായും മറ്റേ പോസിബിലിറ്റി ഇവിടെ വെക്കുന്നതായും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ നോഡിൽ നിന്ന് നമുക്ക് 2 ബ്രാഞ്ചുകൾ വരയ്ക്കാം. ഫസ്റ്റ് ബ്രാഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Q2നെ ഇവിടെ വെക്കുന്നതായും സെക്കൻഡ് ബ്രാഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Q2നെ ഇവിടെ വെക്കുന്നതായുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എവിടം വരെ വന്നു നോക്കുക. ഇനിഷ്യലിൽ നിന്ന് തുടങ്ങി Q1നെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ വെച്ചു. അവിടെ നിന്നിനി Q2നെ വെക്കാൻ പോകുന്നു. Q2നെ സെക്കൻഡ് റോയുടെ ഈ കോളത്തിലാണ് ഞാൻ വെക്കാൻ തീരുമാനിച്ചത്. ഇവിടെ വെച്ചാൽ ഈ റോ ഫുള്ള് ബ്ലോക്കാവും, ഈ കോളം ഫുള്ള് ബ്ലോക്കാവും,
ഈ ഡയഗണലും ബ്ലോക്ക് ആവും. ഇത്രയും പൊസിഷൻസ് ബ്ലോക്ക് ആവും. അങ്ങനെയെങ്കിൽ Q2 വെച്ച ശേഷം തൊട്ടടുത്ത സ്റ്റേജിൽ, അടുത്ത ഘട്ടത്തിൽ Q3 ആയിരുന്നു വെക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്താൽ Q3 പ്ലേസ് ചെയ്യാൻ ഒരു സെല്ല് പോലും ബാക്കിയില്ലാതാകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, എനിക്കൊരു സൊല്യൂഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? തിരിച്ച് പേരൻറ്റിലേക്ക് പോകണം. അങ്ങനെ ഞാൻ ഇവിടുന്ന് തിരിച്ച് പേരൻറ്റിൽ പോവുക. എനിക്ക് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് തോന്നുമ്പോൾ തിരിച്ച് പേരൻറ്റിൽ പോയി. പേരൻറ്റിൽ ചെല്ലുമ്പോൾ പേരൻറ്റിന് എന്ത് മനസ്സിലായി? Q2 ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, എന്നാൽ ഇവിടെ ഒന്ന് വെച്ച് നോക്കാം എന്നും പറഞ്ഞ് ഈ നോഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് എന്താ ട്രൈ ചെയ്യുന്നത്? Q2 ഇവിടെ വെച്ച് നോക്കും. അപ്പോൾ നോക്കി, Q2 ഇവിടെ വെച്ച് നോക്കുകയാണ്. അവിടെ വെക്കുമ്പോൾ ഈ റോ പോവും, ഈ കോളം പോവും, ഈ ഡയഗണലും പോവും. ഇങ്ങനെ ചെയ്താൽ അടുത്ത ഘട്ടത്തിൽ Q3 ആണ് വെക്കേണ്ടത്. അപ്പോൾ 3 നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇതാണ് Q1ൻ്റെയും Q2ൻ്റെയും പൊസിഷനെങ്കിൽ Q3 വെക്കാൻ ഒരു കോളമേ ബാക്കിയുള്ളൂ. ഇവിടെ വേണമെങ്കിൽ എനിക്ക് Q3 വെക്കാം. അങ്ങനെ ഞാൻ Q3 വെക്കാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ഇവിടെ ഞാൻ Q3 വെക്കാൻ തീരുമാനിക്കുന്നു. എവിടെ? ഈ പൊസിഷനിൽ Q3 വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ചെസ് ബോർഡൊക്കെ വരച്ച് ഇത്രയും ഭാഗം അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് Q1 Q2ൻ്റെ ഈ പൊസിഷൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്ത ശേഷം അവിടെ Q3 കൂടെ വെക്കുകയാണ്. ഈ പൊസിഷനിൽ Q3 കൂടി വെക്കുകയാണ്. അവിടെ Q3 വെച്ച് കഴിയുമ്പോൾ ഈ റോ പോവും, ഈ കോളം പോവും, ഡയഗണൽ ഇതുമാണ് പോകുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റേജിൽ എനിക്ക് Q4 ആയിരുന്നു വെക്കേണ്ടത്. അപ്പോൾ തൊട്ടടുത്ത സ്റ്റേജിൽ ഞാൻ Q4 വെക്കാൻ നോക്കുമ്പോൾ 1ഉം 2ഉം 3ഉം വെച്ചു. 4th ക്വീനിനെ വെക്കാൻ ഞാൻ സെല്ല് നോക്കുമ്പോൾ ഒരു സെല്ല് പോലും ബാക്കിയില്ല, എല്ലാ സെല്ലും ബ്ലോക്കായി. ഒരു സെല്ല് പോലും ഇല്ലെങ്കിൽ Q4 വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ബാക്ക് ട്രാക്ക് ചെയ്യണം. എങ്ങനെ? ഇവിടെ നിന്ന് അതിൻ്റെ പേരൻറ്റിലേക്ക് പോയി, എന്നിട്ട് അവിടെ വേറെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഇവിടെ നിന്ന് ആകെ ഒരു പോസിബിലിറ്റി ഉള്ളായിരുന്നു, അത് ഞാൻ ട്രൈ ചെയ്തു, അത് ഫെയിലിയറുമായി. ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല എങ്കിൽ അത് അതിൻ്റെ പേരൻറ്റിലേക്ക് തിരിച്ചു പോകട്ടെ. ഇവിടെ ചെല്ലുമ്പോൾ ആകെ 2 പോസിബിലിറ്റി ആയിരുന്നു, അത് രണ്ടും ഞാൻ ട്രൈ ചെയ്തു, വേറെ പോസിബിലിറ്റീസ് ഇല്ല എങ്കിൽ ഇത് അതിൻ്റെ പേരൻറ്റിലേക്ക് തിരിച്ചു പോകട്ടെ. ഇവിടെ തിരിച്ചെത്തുമ്പോൾ റൂട്ട് നോഡിന് ഒരു കാര്യം മനസ്സിലാവും. ഫസ്റ്റ് ക്വീനിനെ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളത്തിൽ വെച്ചാൽ ഒരു കാരണവശാലും ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് എന്താണത്? ഫസ്റ്റ് ക്വീനിനെ ഫസ്റ്റ് റോയുടെ സെക്കൻഡ് കോളത്തിലൊന്ന് വെച്ച് നോക്കിയാലോ? അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ സെക്കൻഡ് ഓൾട്ടർനേറ്റീവിലേക്ക് വരുന്നു, ഇതിലേക്ക്. അവിടെ നമ്മൾ ചെയ്യുന്നത് Q1നെ ഫസ്റ്റ് റോയുടെ സെക്കൻഡ് കോളത്തിൽ വെക്കാൻ പോകുന്നു. നോക്കാം, Q1നെ ഫസ്റ്റ് റോയുടെ സെക്കൻഡ് കോളത്തിൽ വെച്ചു. അതിനനുസരിച്ച് ഈ റോയും ഈ കോളവും ഈ ഡയഗണൽസും ബ്ലോക്കായി. ഡയഗണൽ പൊസിഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി Q2ന് ഇനി ഒരു പൊസിഷനേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ഒരു ഓൾട്ടർനേറ്റീവ് മതി, കാരണം ഒരെണ്ണേ വേക്കൻ്റ് ആയിട്ടുള്ളൂ, ഒരു ഓൾട്ടർനേറ്റീവ്. അങ്ങനെ ഞാൻ നേരെ Q2നെ പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു. Q2നെ വെക്കേണ്ട പൊസിഷൻ ഇത് മാത്രമാണ്. Q2നെ ആ പൊസിഷനിൽ വെക്കുന്നു. കറസ്പോണ്ടിങ് റോയും കോളവും ഡയഗണലും ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ആകെ ഈ ഒരു പൊസിഷൻ മാത്രമേ ഇനി Q3ക്ക് ബാക്കിയുള്ളൂ. എന്നാൽ ഇനി Q3യും കൂടെ അങ്ങ് വെക്കാം. തൊട്ടടുത്ത സ്റ്റേജിൽ പോയി Q3 അങ്ങ് വെച്ചു. ആ റോയും ആ കോളവും ആ ഡയഗണലും ക്ലോസ് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇനി ഒരു പൊസിഷനേ Q4ന് ബാക്കിയുള്ളൂ. എന്നാൽ ഇനി അതുകൂടെ അങ്ങ് വെക്കാം.
അങ്ങനെ നേരെ അടുത്ത സ്റ്റേജിൽ പോയി ആ ലാസ്റ്റ് പൊസിഷനിൽ Q4 കൂടെ അങ്ങ് വെച്ചു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 4 ക്വീനുകൾ 4 റോയിൽ വെച്ചിട്ടുണ്ട്. ഒരേ റോയിലോ ഒരേ കോളത്തിലോ ഒരേ ഡയഗണലിലോ ക്വീനുകൾ വന്നിട്ടുമില്ല. എല്ലാ റൂളുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി ബോർഡിൽ പ്ലേസ് ചെയ്യുകയും ചെയ്തു. എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട്, അതായത് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻസും എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് എനിക്ക് പറയാം ദിസ് ഈസ് എ സൊല്യൂഷൻ. ഇതൊരു സൊല്യൂഷനാണ്. സൊല്യൂഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സെർച്ച് തുടരണം എന്ന് ഞാൻ തുടക്കത്തിലൊന്ന് പറഞ്ഞിരുന്നു. എന്തിനെന്ന് വെച്ചാൽ സൊല്യൂഷൻ ഇല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താനായി സെർച്ച് തുടരുക. സൊല്യൂഷൻ കിട്ടിയാൽ ഇതുപോലെ വേറെ സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി സെർച്ച് തുടരുക. അപ്പോൾ ഈ ഒരു സെർച്ച് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രോബ്ലത്തിന് മൊത്തം എത്ര വ്യത്യസ്ത സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ 2 പോസിബിലിറ്റീസ് നമ്മൾ ട്രൈ ചെയ്തു, 2 ഓൾട്ടർനേറ്റീവ്സ് ട്രൈ ചെയ്തതിൽ ആദ്യത്തെ ഓൾട്ടർനേറ്റീവിൽ സൊല്യൂഷൻ കിട്ടിയില്ല, രണ്ടാമത്തേൽ കിട്ടി. അപ്പോൾ ഇനിയും റിസർച്ച് തുടർന്നു പോയാൽ ഇതുപോലെ വേറെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് കണ്ടെത്താം. അപ്പോൾ അൾട്ടിമേറ്റ്ലി എനിക്ക് എന്ത് പറയാം, മൊത്തം എത്ര രീതിയിൽ 4 ക്വീനുകളെ ബോർഡിൽ നോൺ അറ്റാക്കിംഗ് പൊസിഷൻസിൽ അറേഞ്ച് ചെയ്യാം, പരസ്പരം അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ എത്ര രീതിയിൽ എനിക്ക് ഈ ക്വീനുകളെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വീൻ 1നെ ഫസ്റ്റ് റോയുടെ 3rd കോളത്തിൽ പ്ലേസ് ചെയ്ത് നോക്കുന്നു. 3rd കോളത്തിൽ പ്ലേസ് ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് റോ കോളം ബ്ലോക്ക് ചെയ്തു. Q2നെ പ്ലേസ് ചെയ്തു. അപ്പോൾ Q3ക്ക് പൊസിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ Q3യെ പ്ലേസ് ചെയ്തു. വീണ്ടും Q4നുള്ള സ്പേസ് കണ്ടു. അപ്പോൾ Q4നെയും പ്ലേസ് ചെയ്തു. അങ്ങനെ മനസ്സിലായി ഇതും ഒരു സൊല്യൂഷനാണ്. രണ്ടാമത്തെ സൊല്യൂഷനും കിട്ടി. വീണ്ടും ലാസ്റ്റ് ഓൾട്ടർനേറ്റീവ് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് ക്വീൻ 1നെ ഫസ്റ്റ് റോയുടെ ലാസ്റ്റ് കോളത്തിൽ വെക്കുക. അപ്പോൾ ഫസ്റ്റ് റോയുടെ 2nd കോളത്തിൽ വെച്ചപ്പോഴും എനിക്ക് ഔട്ട്പുട്ട് കിട്ടി, സൊല്യൂഷൻ കിട്ടി. ഫസ്റ്റ് റോയുടെ 3rd കോളത്തിൽ ക്വീൻ 1നെ വെച്ചപ്പോഴും എനിക്ക് സൊല്യൂഷൻ കിട്ടി. ഇനി ഞാൻ ക്വീൻ 1നെ ഫസ്റ്റ് റോയുടെ ലാസ്റ്റ് കോളത്തിലൊന്ന് വെക്കാൻ പോവാം. ലാസ്റ്റ് കോളത്തിൽ വെച്ച് ട്രൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ക്വീൻ 1നെ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. ക്വീൻ 2നെ പ്ലേസ് ചെയ്യാൻ 2 പൊസിഷൻസ് ഉണ്ട്. അതിലെ ആദ്യത്തെ പൊസിഷനിൽ ക്വീൻ 2നെ വെച്ചപ്പോൾ ക്വീൻ 3ക്കുള്ള പൊസിഷനും കിട്ടി. ക്വീൻ 3യെ വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ക്വീൻ 4നൊരു പൊസിഷൻ ഇല്ല. മുൻപോട്ട് പോയിട്ട് കാര്യമില്ല. റിട്ടേൺ ചെയ്ത് തിരിച്ച് വന്ന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ട്രൈ ചെയ്യാമെന്ന് മനസ്സിലായി. അങ്ങനെ 2nd ക്വീനിനെ 2nd റോയുടെ 2nd കോളത്തിൽ പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വെച്ചപ്പോൾ എന്ത് മനസ്സിലായി? ഇങ്ങനെ ചെയ്താൽ ക്വീൻ 3ക്ക് വെക്കാനൊരു സ്പേസ് ഇല്ലാതായി പോകുന്നു. അപ്പോൾ ദിസ് ഈസ് ഓൾസോ നോട്ട് എ സൊല്യൂഷൻ. അങ്ങനെ എല്ലാ പോസിബിലിറ്റീസും ട്രൈ ഔട്ട് ചെയ്ത് ഒരു കംപ്ലീറ്റ് ട്രീ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഈ ട്രീ കണ്ടാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും മൊത്തം എത്ര പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, അതിൽ എത്ര കറക്റ്റ് സൊല്യൂഷൻസ് പോസിബിളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ടോട്ടൽ പോസിബിലിറ്റീസിൽ 2 പോസിബിലിറ്റീസേ സൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ. 2 രീതിയിൽ നമുക്ക് ക്വീനുകളെ പ്ലേസ് ചെയ്യാം. ഇനി ആ സൊല്യൂഷനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നുകൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് സൊല്യൂഷൻ ഞാൻ എഴുതാൻ പോകുന്നു. 2, 4, 1, 3. എന്താണിത്? ഇത് പറയുന്നത് ഫസ്റ്റ് ക്വീനിനെ ഫസ്റ്റ് റോയുടെ 2nd കോളത്തിൽ പ്ലേസ് ചെയ്യുക. 2nd ക്വീനിനെ 2nd റോയുടെ 4th കോളത്തിൽ പ്ലേസ് ചെയ്യുക. 3rd ക്വീനിനെ 3rd റോയിലെ 1st കോളത്തിൽ പ്ലേസ് ചെയ്യുക. 4th ക്വീനിനെ 4th റോയുടെ 3rd കോളത്തിൽ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. സോ ദിസ് ഈസ് വൺ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോളം നമ്പേഴ്സാണ് നിങ്ങൾ പറയേണ്ടത്. കോളം നമ്പേഴ്സ് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഓരോ ക്വീനും ഏത് റോയിലേക്ക് പോകണം എന്നുള്ളത് നേരത്തെ പ്രീ ഡിറ്റർമൈൻഡ് ആണ്. കോളം നമ്പേഴ്സ് മാത്രം പറയാം. ഫസ്റ്റ് റോയുടെ 2nd കോളം, 2nd റോയുടെ 4th കോളം, 3rd റോയുടെ 1st കോളം, 4th റോയുടെ 3rd കോളം. ഇതെങ്ങനെ മനസ്സിലായി? ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ. ഇതായിരുന്നു നമ്മുടെ ഒരു സൊല്യൂഷൻ.
ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അപ്പോൾ 2. സെക്കൻഡ് റോയുടെ ഫോർത്ത് കോളം, അപ്പോൾ 4. തേർഡ് റോയുടെ ഫസ്റ്റ് കോളം, അപ്പോൾ 1. ഫോർത്ത് റോയുടെ തേർഡ് കോളം, അപ്പോൾ 3. ഇതൊരു സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ സൊല്യൂഷനാണ് 3, 1, 4, 2. അപ്പോൾ ഇതാണ് നമ്മുടെ 2 പോസിബിൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ബാക്ക് ട്രാക്കിംഗ് എന്താണ്, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻസ് എന്താണ്, ഇതിൽ സെർച്ച് ചെയ്യാനായി DFS എങ്ങനെ ഉപയോഗിക്കുന്നു, ബാക്ക് ട്രാക്കിംഗ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് n-ക്വീൻസ് പ്രോബ്ലം. അതിൽ 2 എണ്ണമാണ് 4 ക്വീനും 8 ക്വീൻസും ഉണ്ട്. അതിൽ വരയ്ക്കാനുള്ള എളുപ്പത്തിന്, എല്ലാ പോസിബിലിറ്റീസും വരച്ച് കാണിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ 4 ക്വീൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുപോലെ തന്നെയാണ് 8 ക്വീൻസ് പ്രോബ്ലവും വരുന്നത്. അവിടെ 8 ക്വീനുകളെ 8 റോസിലായിട്ട് പ്ലേസ് ചെയ്യണം. പക്ഷെ ഒരു കാരണവശാലും ഒരേ റോയിലോ കോളത്തിലോ ഡയഗണലിലോ ക്വീനുകൾ വരാൻ പാടുള്ളതല്ല. ഈ ഒരു ട്രീയെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്നാണ്. ഈ ട്രീയിൽ സൊല്യൂഷൻ കിട്ടിയില്ല എങ്കിൽ കണ്ടെത്താൻ വേണ്ടി സെർച്ച് തുടരുക. സൊല്യൂഷൻ കിട്ടിയാൽ ഇതുപോലെ വേറെ സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വീണ്ടും സെർച്ച് തുടരുക. അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റീസ് ഓഫ് സൊല്യൂഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. എത്ര രീതിയിൽ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാമെന്നാണ് ബാക്ക് ട്രാക്കിംഗ് കണ്ടുപിടിക്കുന്നത്. സാധാരണ ഒരു അൽഗോരിതം നമ്മൾ ഉപയോഗിച്ചാൽ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ച ഔട്ട്പുട്ട് കേട്ടില്ല, അപ്പോഴേ ആ അൽഗോരിതം ക്വിറ്റ് ആവുകയാണ്. അതായത് സിംഗിൾ സൊല്യൂഷനുള്ള സെർച്ച് മാത്രമേ സാധാരണ അൽഗോരിതം ചെയ്യാറുള്ളൂ. പ്രോബ്ലം തുടങ്ങുന്നു, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഔട്ട്പുട്ട് കിട്ടിയാൽ അപ്പോഴേ ക്വിറ്റ് ചെയ്യും. ഇറ്റ് സെർച്ചസ് ഓൺലി 1 സൊല്യൂഷൻ. പക്ഷേ ബാക്ക് ട്രാക്കിംഗ് അങ്ങനെയല്ല. സെർച്ചസ് ഓൾ പോസിബിൾ സൊല്യൂഷൻസ്. എത്ര വ്യത്യസ്തമായ രീതികളിൽ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാമെന്ന് കണ്ടെത്തുന്ന ഒരു അൽഗോരിതമാണ് ബാക്ക് ട്രാക്കിംഗ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.